പകൽ സമയത്ത് പോലും ആളുകൾ പോകാൻ മടിക്കുന്ന ഒരു കാട്. ആ ഒരു കാട്ടിനുള്ളിലെ മരങ്ങൾക്ക് പോലും വളരെ വികൃതവും വിചിത്രവുമായിട്ടുള്ള രൂപങ്ങൾ കൊണ്ട് ഒരു മനുഷ്യനെ ഭയപ്പെടുത്താനായിട്ട് കഴിയും. ആ ഒരു കാടിനുള്ളിലേക്ക് കയറിയിട്ടുള്ള ആളുകൾ പറയുന്നത് വളരെയധികം ഭീതിപ്പെടുത്തുന്നതും വളരെയധികം വിചിത്രവുമായിട്ടുള്ള ഒരുപാട് അനുഭവ കഥകളാണ്. വളരെയധികം ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള ശബ്ദവും തങ്ങളെ ആരോ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള തോന്നലുമൊക്കെ ആ ഒരു കാടിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന നിമിഷം തന്നെ ഒരാളുടെ മനസ്സിലേക്ക് കയറി വരുന്നു. പറഞ്ഞു വരുന്നത് കേവലം ഒരു സിനിമാ കഥയൊന്നുമല്ല. റൊമാനിയയിലെ ട്രാൻസിൽവാനിയ എന്ന് പറയുന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഹോണ്ടഡ് ഫോറസ്റ്റിന്റെ കഥയെക്കുറിച്ചിട്ടാണ്. ഹോയ ബസ്റ്റ്യൂ എന്ന് പറയുന്ന ഈ ഒരു ഫോറസ്റ്റ് അറിയപ്പെടുന്നത് തന്നെ ലോകത്തിലെ മോസ്റ്റ് ഹോണ്ടഡ് ഫോറസ്റ്റ് എന്നാണ്. എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തില് മോസ്റ്റ് ഹോണ്ടഡ് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ ഈ ഒരു ഫോറസ്റ്റിന് കൊടുത്തിട്ടുണ്ടാവുക? ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഈ ഒരു ഫോറസ്റ്റിന്റെ കഥയെക്കുറിച്ചിട്ടാണ് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഞാൻ ക്ഷണിക്കുന്നു രഹസ്യങ്ങളുടെ മാന്ത്രിക ലോകത്തേക്ക്. വെൽക്കം ബാക്ക് ടു ദ സീക്രട്ട് ബുക്ക്. റൊമാനിയയിലെ ക്യൂജിനപ്പോക്ക എന്ന നഗരത്തിന് സമീപമാണ് ഹോയ ബാസ്റ്റ്യൂ എന്ന് പറയുന്ന ഈ ഒരു കാട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു കാടിന് ഏകദേശം 700 ഏക്കറിലധികം വിസ്തൃതിയാണുള്ളത്. എന്നാൽ സാധാരണ കാടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഈ ഒരു കാടിനുള്ളത് എന്നാണ് ഈ ഒരു കാടിനുള്ളിലേക്ക് പോയിട്ടുള്ള സന്ദർശകര് പറയുന്നത്. വളരെയധികം വികൃതമായ രീതിയിൽ വളഞ്ഞ മരക്കൊമ്പുകളും അതുപോലെ തന്നെ വളരെയധികം ഭീകരമായിട്ടുള്ള നിശബ്ദതയും അതുപോലെ തന്നെ പെട്ടെന്ന് മാറുന്ന കാലാവസ്ഥകളുമൊക്കെ വളരെ ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഈ ഒരു കാടിനുള്ളിൽ സൃഷ്ടിക്കുന്നു. എന്നാൽ ഈ ഒരു കാട് ലോകമെമ്പാടും പ്രശസ്തി ആർജിക്കുന്നത് ഈ ഒരു കാടിന്റെ ഈ ഒരു പ്രത്യേകതകൾ കൊണ്ടൊന്നും ആയിരുന്നില്ല. മറിച്ച് ഈ ഒരു കാടിനുള്ളിൽ പോയിട്ടുണ്ടായിരുന്ന സന്ദർശകരുടെ ഒരുപാട് അനുഭവങ്ങളിലൂടെയും അതുപോലെ തന്നെ ഈ ഒരു കാടിനെ സംബന്ധിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരുപാട് കഥകളിലൂടെയുമായിരുന്നു. ഹോയ ബസ്റ്റ്യൂ എന്ന് പറയുന്ന ഈ ഒരു കാടിനെ ചുറ്റിപ്പറ്റിയുള്ള ആദ്യ കഥകൾ പ്രചരിക്കുന്നത് 1960 കാലഘട്ടങ്ങളിലായിരുന്നു. അലക്സാൻഡ്രോ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു റൊമാനിയൻ ബയോളജിസ്റ്റ് ഈ ഒരു കാടിന്റെ പരിസര പ്രദേശങ്ങളിൽ വെച്ചിട്ട് തന്റെ ക്യാമറ ഉപയോഗിച്ച് ചില ചിത്രങ്ങൾ പകർത്തുകയാണ്. എന്നാൽ അതിലൊരു ചിത്രം എടുത്ത് നോക്കുന്ന സമയത്ത് ആകാശത്ത് ഒരു വികൃത രൂപമുള്ള വസ്തു തന്റെ ഫോട്ടോഗ്രാഫിൽ പതിഞ്ഞതായിട്ട് അലക്സാൻഡ്രോ എന്ന് പറയുന്ന ഈ ഒരു ബയോളജിസ്റ്റ് അവകാശവാദം ഉന്നയിക്കുകയുണ്ടായി. അതൊരു UFO ആയിരിക്കാമെന്നാണ് പല ആളുകളും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതിനെ ഒന്നും തെളിയിക്കുന്ന യാതൊരു വിധത്തിലുള്ള ശാസ്ത്രീയ തെളിവുകളും ലഭിക്കാതിരുന്നതിനെ തുടർന്നിട്ട് ഈ ഒരു കാടിനെ കുറിച്ചിട്ടുള്ള കൗതുകം ആളുകളുടെ മനസ്സിൽ വളരെ വലിയ രീതിയിൽ തന്നെ ഉന്നയിക്കാനായിട്ട് അല്ലെങ്കിൽ വലിയ രീതിയിൽ തന്നെ ഈ ഒരു കാടിനെ കുറിച്ചിട്ടുള്ള ഭയവും ആകാംക്ഷയും ആളുകളുടെ മനസ്സിൽ ഉണ്ടാകാനായിട്ട് ആരംഭിച്ചു. ഈ ഒരു കാട്ടിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് ദ ഹോയ ബസ്റ്റ്യൂ സർക്കിൾ എന്നറിയപ്പെടുന്ന ഒരു പ്രദേശം. വൃത്താകൃതിയിലുള്ള തുറസായിട്ടുള്ള ഒരു പ്രദേശമാണിത്. കാടിന്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഈ തുറസായിട്ടുള്ള പ്രദേശത്തില് യാതൊരു വിധത്തിലുള്ള മരങ്ങളും കിളിർക്കുകയില്ല. ഈ ഒരു കൗതുകം അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം അവിടെ മരങ്ങൾ കിളിർക്കാത്തത് എന്നുള്ള കൗതുകം ഈ ഒരു കാടിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പല ആളുകളുടെയും മനസ്സിൽ ഉണ്ടാകാറുണ്ട്. കാരണം ഇത് സാധാരണയായിട്ട് പ്രകൃതിദത്തമായ രീതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അത്രയും പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു കാടിന്റെ ബാക്കിയുള്ള പ്രദേശങ്ങളിൽ എല്ലാം തന്നെ മരങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന സമയത്ത് പോലും ഈ ഒരു കാടിന്റെ നടുക്കുവശത്ത് അല്ലെങ്കിൽ ഈ ഒരു വൃത്താകൃതിയിലായിരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് മാത്രം ഒരു കാരണവശാലും മരങ്ങൾ വളരുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു പരിസരങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്ന സന്ദർശകർക്ക് വളരെയധികം ഭീതിപ്പെടുത്തുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായതായിട്ടും അവര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രദേശത്തേക്ക് ചെല്ലുന്ന സമയത്ത് തങ്ങളെ ആരോ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടും വളരെയധികം വിചിത്രമായ രീതിയിലുള്ള ശബ്ദങ്ങൾ ആ ഒരു ഭാഗത്ത് നിന്ന് കേൾക്കുന്നതായിട്ടുമൊക്കെ ഒരുപാട് സന്ദർശകർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ശാസ്ത്രം ഇതിനെ ഒന്നും ന്യായീകരിക്കുന്നുണ്ടായിരുന്നില്ല. ശാസ്ത്രത്തിന്റെ ഒരു കണക്കുകൂട്ടലുകൾ പ്രകാരം പരിസ്ഥിതിയുടെ വ്യതിയാനങ്ങൾ മൂലവും അതുപോലെ തന്നെ സസ്യങ്ങൾ വളരാത്ത ഒരു ചുറ്റുപാട് ഉള്ളത് കൊണ്ടുമൊക്കെയാണ് ആ ഒരു പ്രദേശത്ത് ഇത്തരത്തിലെ മരങ്ങൾ വളരാത്തത് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ തിയറീസ് ആയിരുന്നു ശാസ്ത്രലോകം മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അതിനുള്ളിൽ കയറിയിട്ടുണ്ടായിരുന്ന സന്ദർശകർക്ക് അനുഭവിച്ചിട്ടുണ്ടായിരുന്ന അനുഭവങ്ങളും അല്ലെങ്കിൽ അവർക്കുണ്ടായിട്ടുണ്ടായിരുന്ന ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങളും ഒന്നും തന്നെ ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളായിരുന്നില്ല. ഇത്തരത്തില് ശാസ്ത്രത്തിന്റെ വിശദീകരണങ്ങൾ യാതൊരു വിധത്തിലുള്ള പ്രൂഫും നൽകാതെ വരുന്ന സമയത്ത് ഈ ഒരു കാടിനെ കുറിച്ചിട്ടുള്ള ഭീതി ആളുകളുടെ ഉള്ളിൽ നല്ല രീതിയിൽ തന്നെ പടരാനായിട്ട് ആരംഭിച്ചു. ഇതിനെ തുടർന്നിട്ട് ഒരുപാട് കഥകൾ ഈ ഒരു കാടുമായി ബന്ധപ്പെട്ടിട്ട് പ്രചരിക്കാനായിട്ട് തുടങ്ങുകയാണ്.
ഈ ഒരു കാടിന്റെ ഉള്ളിൽ സന്ദർശിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്ന ആളുകൾ പറയുന്നത് വളരെയധികം ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ തന്നെയായിരുന്നു. ഈ ഒരു കാടിന്റെ ഉള്ളിലേക്ക് കയറുന്ന നിമിഷം തന്നെ എങ്ങോട്ടെന്നില്ലാതെ അല്ലെങ്കിൽ അതുവരെ ഇല്ലാതിരുന്ന ശക്തമായ ഒരു ഭയം അവരുടെ ഉള്ളിലേക്ക് ഇരച്ചു കയറുന്നു. കൂടാതെ തങ്ങളെ ആരോ തങ്ങളുടെ പിന്നിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു തോന്നല് ആ ഒരു കാടിനുള്ളിലേക്ക് കയറുന്ന നിമിഷം തന്നെ അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. വ്യക്തമല്ലാത്ത ദൂരെ നിന്നും അടുക്കൽ നിന്നുമൊക്കെ കേൾക്കുന്ന വിചിത്രമായ പലതരത്തിലുള്ള ശബ്ദങ്ങളും അതുപോലെ തന്നെ ദിശ തെറ്റിപ്പോയി എന്നുള്ള തോന്നലുകളുമൊക്കെ അവരെ വലിയ രീതിയിൽ തന്നെ വേട്ടയാടാറുണ്ട്. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരുപാട് സന്ദർശകർ ഈ ഒരു കാടിനുള്ളിൽ കയറിയതിനു ശേഷം പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവയൊക്കെ ഒരു സൂപ്പർ നാച്ചുറൽ ഇലമെന്റ് ആണ് എന്ന രീതിയിൽ ഒരിക്കലും പറയാൻ കഴിയില്ല. എന്നാൽ എന്തായിരുന്നു ഇത്തരത്തിലുള്ള ഒരു അനുഭവം അവരുടെ ഉള്ളിലേക്ക് സൃഷ്ടിക്കാനായിട്ട് കാരണമായിട്ടുണ്ടായിരുന്നത്? ശാസ്ത്രത്തിന്റെ കണക്കുകൂട്ടലുകളിൽ നിന്നൊക്കെ ഇവയൊക്കെ കേവലം ആ ഒരു കാടിന്റെ ഭീകരതയിലൂടെയും അതുപോലെ തന്നെ ആ ഒരു കാടിനുള്ളിലെ ശക്തമായ നിശബ്ദതയും കാടിനുള്ളിലെ ഇരുട്ടുമൊക്കെ മനുഷ്യന്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന കേവലം ഭയം മാത്രമാണ് എന്നായിരുന്നു ശാസ്ത്രലോകം പറഞ്ഞുകൊണ്ടിരുന്നത്. ഹോയ ബസ്റ്റു എന്ന് പറയുന്ന ഈ ഒരു കാടിന്റെ മറ്റൊരു പ്രത്യേകതകളിൽ ഒന്നാണ് ഈ ഒരു കാടിനുള്ളിൽ കാണപ്പെടുന്ന വളരെയധികം വിചിത്ര രൂപികളായിട്ടുള്ള മരങ്ങൾ. ഈ ഒരു കാടിനുള്ളിൽ കയറുന്ന സമയത്ത് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്താനായിട്ട് സാധ്യതയുള്ള ഒന്ന് എന്ന് പറയുന്നത് ഈ ഒരു കാടിനുള്ളിലെ മരങ്ങൾ തന്നെയായിരുന്നു. വളരെയധികം വികൃതമായ രൂപങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മരങ്ങൾ, വളഞ്ഞും ചെരിഞ്ഞും ചുറ്റിയും ഒക്കെ വളരെ വികൃതമായ രീതിയിൽ ആളുകളെ ഭയപ്പെടുത്താനായിട്ട് കഴിയുന്ന രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മരങ്ങൾ. രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു കാടിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഈ മരങ്ങൾ കാണുമ്പോൾ ആളുകൾക്ക് വലിയ രീതിയിലുള്ള ഒരു ഭയം തന്നെ അവരുടെ മനസ്സിലേക്ക് ഇരച്ചു കയറാറുണ്ട്. ഹോയ ബസ്റ്റു എന്ന് പറയുന്ന ഈ ഒരു കാടിനെ സംബന്ധിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന കഥകളിൽ മറ്റൊരു പ്രശസ്തമായിട്ടുള്ള കഥയായിരുന്നു ഒരു ഇടയന്റെയും തൻ്റെ 200ഓളം വരുന്ന ആടുകളും ആ ഒരു കാടിനുള്ളിൽ അപ്രത്യക്ഷമായ ഒരു കഥ. എന്നാൽ ഈ ഒരു കഥയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചരിത്ര രേഖകളൊന്നും തന്നെ നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല. എങ്കിലും 200-ലധികം വരുന്ന ആടുകളുമായിട്ട് ഒരു ഇടയന് ഈ ഒരു കാടിനുള്ളിൽ എന്നേക്കുമായി അപ്രത്യക്ഷമായി എന്നുള്ള രീതിയിലുള്ള ഒരുപാട് കഥകൾ ഇന്നും നമുക്ക് ചുറ്റും പ്രചരിക്കുന്നുണ്ട്. ഈ ഒരു ഹോയ ബസ്റ്റു എന്ന് പറയുന്ന ഒരു കാടിനെ സംബന്ധിച്ചിട്ടുള്ള കഥകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ കാണപ്പെടുന്ന അല്ലെങ്കിൽ ആളുകൾ കേട്ടിട്ടുള്ള ഒരു കഥ എന്ന് പറയുന്നത് ഈ ഒരു ഇടയന്റെയും ആടുകളുടെയും കഥ തന്നെയായിരിക്കും. എന്നാൽ ഇത്തരത്തിലുള്ള ഒരുപാട് കഥകൾ ഈ ഒരു കാടുമായി ബന്ധപ്പെട്ടിട്ട് ലോകം മുഴുവന് സ്പ്രെഡ് ആകാനായിട്ട് ആരംഭിച്ചതിന് ശേഷമാണ് ഈ ഒരു ഹോയ ബസ്റ്റു എന്ന് പറയുന്ന ഈ ഒരു കാടിനെ ലോകത്തിലെ ഏറ്റവും ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റിന്റെ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് തുടങ്ങുന്നത്. ഇനി നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യമായിരിക്കും, ഹോയ ബസ്റ്റു എന്ന് പറയുന്ന കാട് യഥാർത്ഥത്തിൽ ഹോണ്ടഡ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തിലുള്ള പാരാനോർമൽ എൻറ്റിറ്റീസിന്റെ പ്രസൻസ് ഈ ഒരു കാടിനുള്ളിലുണ്ടോ, എന്തെങ്കിലും ആത്മാക്കളുടെ സാന്നിധ്യം ഈ ഒരു കാടിനുള്ളിലുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ. എന്നാൽ യഥാർത്ഥത്തിൽ യാതൊരു വിധത്തിലുള്ള തെളിവുകളും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു കാടിനുള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ആളുകളുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം സ്ട്രോങ് ആയിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രസൻസ് ആ ഒരു കാടിനുള്ളിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ ഇത് ഫിസിക്കലായിട്ട് തെളിയിക്കുന്ന രീതിയിലുള്ള യാതൊരു വിധത്തിലുള്ള ഒരു തെളിവുകളും ഈ ഒരു കാടിനുള്ളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹോയ ബസ്റ്റു എന്ന് പറയുന്ന ഈ ഒരു കാട് ഇത്രയധികം പോപ്പുലർ ആകാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു കാടിനുള്ളിൽ പോയിട്ടുണ്ടായിരുന്ന സന്ദർശകരുടെ അനുഭവങ്ങളിലൂടെയും അതുപോലെ തന്നെ ഈ ഒരു കാടുമായി ബന്ധപ്പെട്ടിട്ട് ലോകമൊട്ടാകെ പ്രചരിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് കഥകളിലൂടെയും തന്നെയായിരുന്നു. അതിനാൽ തന്നെ ഇന്നും ഈ ഒരു കാടിന്റെ വളരെയധികം ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷങ്ങൾ കൊണ്ടും ഈ ഒരു കാടിന്റെ ലോകപ്രശസ്തമായിട്ടുള്ള കഥകൾ കൊണ്ടും ആളുകളുടെ അനുഭവങ്ങൾ കൊണ്ടുമൊക്കെ ഇന്നും വളരെയധികം ആളുകൾ ഭയപ്പെടുന്ന ഒരു ഫോറസ്റ്റ് ആയിട്ട് തന്നെയാണ് ഹോയ ബസ്റ്റു എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് ലോകമെമ്പാടും അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും മിസ്റ്റീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഹോണ്ടഡ് ആയിട്ടുള്ള ഫോറസ്റ്റുകളെ പറ്റിയിട്ട് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇന്നും മുൻനിരയിൽ തന്നെ കാണപ്പെടാൻ കഴിയുന്ന ഒരു ഫോറസ്റ്റാണ് ഹോയ ബസ്റ്റു എന്ന് പറയുന്ന ഈ ഒരു ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനെ പറ്റിയിട്ടുള്ള കഥകൾ ഒരുപാട് നിങ്ങൾക്ക് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ ഗൂഗിളിലൂടെയും ഒക്കെ നിങ്ങൾക്ക് തേടി വായിക്കാനായിട്ട് കഴിയുന്നതാണ്. ഒരുപാട് അർബൻ ലെജൻഡറി സ്റ്റോറീസ് ആണ് ഈ ഒരു കാടുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. സോ ഹോയ ബസ്റ്റു എന്ന് പറയുന്ന ഈ ഒരു കാടിന്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സീക്രട്ട് ബുക്ക് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഹൊറർ മിസ്റ്ററി കോണ്ടന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി see you on the next chapter. Until then, it's me Jaswin from Secret Book signing off.